എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ കൈപ്പത്തിക്കേ കുത്തുന്നുള്ളൂ എന്ന് തീരുമാനം എടുത്തിരിക്കുന്നവരോട് കോൺഗ്രസ് പുറത്തുവിട്ട ഒരു കണക്കിനെ പറ്റി പറയട്ടെ. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വരവ് ചെലവ് കണക്കുകൾ കമ്മീഷന് മുമ്പിൽ ഹാജരാക്കുന്നുണ്ട്. കോൺഗ്രസ് ഹാജരാക്കിയ കണക്കിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഭീമന്മാരായ 5ഓളം ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസും 2 ലബോറട്ടറി കമ്പനീസും കോൺഗ്രസിന് വേണ്ടിയിട്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വൈ? ഇക്കഴിഞ്ഞ 6 മാസക്കാലമായി കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർക്കാനുള്ള ഗൂഢശ്രമം മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും ചേർന്ന് നടത്തുന്നുണ്ട്. എന്നാൽ ഇതേ സമയം ബ്ലാക്ക് സ്റ്റോൺ, KKR തുടങ്ങിയ അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനികൾ കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നു. കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളെ തച്ചു തകർത്ത് ഹോസ്പിറ്റലുകളെ പോലും പ്രൈവറ്റൈസ് ചെയ്യാനുള്ള ഇവരുടെ ശ്രമമാണോ ഇതിന് പിന്നിൽ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ഇന്ത്യയിൽ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ്സുകളിൽ ഒന്നാണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. പണ്ടൊക്കെ ഒരു പനി വന്നാൽ ഒരാഴ്ച കൊണ്ടത് മാറുമായിരുന്നു. ഇന്നൊരു പനി വന്നാൽ മിനിമം 1 മാസം കിടന്ന് അനുഭവിക്കണം. നിങ്ങൾക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത എത്ര രോഗങ്ങളാണ് കഴിഞ്ഞ 10-12 വർഷത്തിനിടെ ലോകത്തുണ്ടായി വന്നത്. ശരിക്കും നമ്മൾ രോഗികളാവുന്നതാണോ നമ്മളെ രോഗികളാക്കുന്നതാണോ? രണ്ടാമത് പറഞ്ഞതാണ് ശരിയെങ്കിൽ അവർക്ക് കൂട്ടുനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയാണ് നമ്മൾ കൂടുതൽ ഭയക്കേണ്ടത്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ നിങ്ങളുടെ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന നിങ്ങളുടെ കുഞ്ഞിന്റെ മുഖത്തേക്കോ അച്ഛന്റെയോ അമ്മയുടെ മുഖത്തേക്കോ നോക്കിയതിനു ശേഷം മാത്രം ഒരു ഫൈനൽ നിഗമനത്തിലേക്ക് എത്തുക. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും.